ഹലോ ഗൈസ്, ഞങ്ങൾ വാഴക്കൊല വെട്ടാൻ പോകുന്നുണ്ടോ? കൊല വെട്ടാൻ. ഇന്നലെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും വാഴക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ കൊലൻ്റെ പിന്നിൽ വലിയൊരു കഥ ഉണ്ട് കേട്ടോ. വലിയത് തന്നെ നിങ്ങൾക്ക് അത്ര വലുതായി തോന്നില്ലെങ്കിൽ എനിക്കതൊരു വലുതാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതിയാണ് കേട്ടോ ഈ ഒരു വാഴ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. ഈ ടൈമിൽ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ റോബസ്റ്റ നല്ലതാണ് മഞ്ഞപ്പിത്തത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് നമുക്ക് പഴം നമ്മളെ വീട്ടിലുണ്ടാക്കി കൂടാന്നുള്ളത് കേട്ടോ. ഉണ്ടായി വരുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയൂല. അപ്പം അങ്ങനെ അതാ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മളപ്പുറത്തെ വീട്ടിലത്തെ കാക്ക വാഴക്കന്ന് വാങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം 4 കന്ന്. അങ്ങനെ അതാ എനിക്ക് റോബസ്റ്റ 4 മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2 റോബസ്റ്റ ഉണ്ടായിന്, 2 നേന്ത്രവാഴയാണ് ഉണ്ടായത്. അപ്പോൾ റോബസ്റ്റയ്ക്ക് നമ്മുടെ വീടിൻ പണീൻ്റെ ടൈം ആയപ്പോൾ പോയിട്ടോ. പക്ഷെ ഇത് കുഴിച്ചിടാൻ ആളെ കിട്ടിയിട്ടില്ല. ആളെ കിട്ടൂല എന്ന് എനിക്ക് തന്നെ ഉറപ്പായപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് കുഴിച്ചിട്ടു കേട്ടോ. ഒരു ചെറിയൊരു കുഴിത്തിയാണ് അങ്ങോട്ട് വെച്ചു. പിന്നെ ഇതാ വാഴ നല്ലതായിട്ട് വന്നു കേട്ടോ. കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിന് ഈ കൊലയൊന്നും അധികം നിൽക്കൂല, കാരണം മണ്ണില്ലാത്ത സ്ഥലത്താണ്, അധികം കപ്പാസിറ്റി ഇല്ല വാഴക്കെന്ന് വിചാരിച്ചിനി. പക്ഷെ മാഷാല്ലാ ഇതാ ഈ വർഷം ഡിസംബർ ആദ്യ ആഴ്ച ആയപ്പോൾ തന്നെ നമ്മളെ വാഴക്കൊല മൂത്ത് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നലെയാണ് ഇത് വെട്ടി നമ്മൾ തൂക്കി നോക്കിയപ്പോൾ മാഷാല്ലാ 17 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴത്തിനിപ്പോൾ വില കുറവോ കൂടുതലോ ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം ഞാനുണ്ടാക്കി ഇത് സന്തോഷത്തോടെ വെട്ടി ഇനിയിപ്പോൾ ഇത് പഴുത്ത് കിട്ടണം, ഇത് വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാവും ഒരു സന്തോഷം, അതാണ് മുഖ്യം. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടാളത് തൂക്കല കഴിഞ്ഞപ്പോൾ ഇത് പെടല പൊട്ടിക്കാതെ വീട്ടിലെത്തിക്കണം. പെടലാന്ന് തന്നെ തോന്നുന്നുണ്ട് അതിന് പറയാം. അതിൽ പിന്നെ വണ്ടി സെറ്റാക്കി. നമ്മൾ ഓട്ടോറിക്ഷ ഇത് വിറ്റുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചില്ലറ സാധനങ്ങൾ കൊണ്ടുപോകാനൊന്നും വണ്ടിക്ക് ഭയങ്കര റിസ്ക്കാണ്. എന്നാലും നമ്മൾ തളരില്ല. അപ്പോൾ തളരാതെ നേരെ ഇതിനെ വണ്ടിമൊക്കെ പൊക്കി വെക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഞങ്ങൾ 4 ആളും കൂടെ താങ്ങി പിടിച്ച് വെച്ചിട്ടോ. വെച്ചപ്പം അവിടെ നിൽക്കണില്ല, ചെരിച്ച് വെച്ചിട്ടും നിൽക്കണില്ല. അപ്പം ഇങ്ങനെ നോക്കിയപ്പോഴാണ് റോഡുമെന്നൊരു കയറ് കിട്ടിയത്. എന്നാൽ കയറെടുത്തൊരു കെട്ട് കെട്ടി നോക്കിയാലോ വിചാരിച്ച്. അങ്ങനെ കയറൊക്കെ എടുത്ത് കെട്ടി നമ്മൾ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ കൂടെ ജീവിക്കണോ തന്നെ നെഗറ്റീവ് അടിക്കുക. അപ്പോൾ അതൊന്നും മെയിൻ ചെയ്യാതെ നമുക്ക് എന്താണോ മനസ്സ് പറയുന്നത് പോസിറ്റീവായത് അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെഗറ്റീവ് അടിച്ച പോലെ പോസിറ്റീവാക്കി കൊടുക്കുക. അപ്പോൾ ഈ വണ്ടി വിടുന്ന ആൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടോ. വാഴ കുഴിച്ചിട്ടാൽ ഉണ്ടാവില്ല, വാഴ കുഴിച്ചിട്ടാൽ സ്ഥലമില്ല, മണ്ണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മണ്ണിൽ വിത്ത് വിളയുന്നുള്ളത് കാണിച്ചു കൊടുത്തു ആ വാഴ. അങ്ങനെ നമ്മളിത് ആ വാഴക്കൊല ചാക്കിലാക്കി പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി വീഡിയോ പഴുത്തിട്ട് കാണാം. അപ്പം ഓക്കെ, ബൈ.